നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നൊരു അടയാളം ലഭിച്ചു. കന്യകയുടെ ഗർഭജാലം ഫിയാറ്റ് എന്ന വാക്കിലൂടെ ഒരു മകനെ പ്രസവിച്ചു. നമ്മുടെ അമലോത്ഭവ അമ്മ സ്വർഗഭൂലോകരാജ്ഞി, നമ്മുടെ കർത്താവായ രാജാവായ ദൈവമായ രക്ഷകനായ മിശിഹായ യേശുവിനെ നമുക്ക് നൽകി. നമ്മൾ അവനെ ഇമ്മാനുവൽ, ഏക മധ്യസ്ഥനെന്ന് വിളിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ എളിമപ്പെടുക, പിശാചിനെ ചെറുക്കുക. ഞങ്ങൾ സ്വതന്ത്രരാണ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ നന്ദി. ഗബ്രിയേൽ ദൂതൻ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ വന്ന് അവളെ അഭിവാദ്യം ചെയ്തു. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതിനാൽ യേശുവേ ബേത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ ജനിച്ചു. പ്രവചിച്ചതുപോലെ പിശാചിന്റെ തലയോട്ടി തകർത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ എളിമപ്പെടുക, പിശാചിനെ ചെറുക്കുക. ഞങ്ങൾ സ്വതന്ത്രരാണ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ നന്ദി. പരിശുദ്ധാത്മാവു ഗ്രഹീത കന്യകയുടെ മേൽ വന്നു, അത്യുന്നതന്റെ ശക്തി ആവസിച്ചു. ദൈവപുത്രൻ ജനിച്ചു, രാജാക്കന്മാരുടെ രാജാവ്, കർത്താവായ യേശു ക്രിസ്തു. അവന്റെ രാജ്യമെന്നേക്കും നിൽക്കും. സന്തോഷിക്കുവിൻ, അവനോടൊപ്പം ആനന്ദിക്കുവിൻ. ലോകത്തിലെ രാജാക്കന്മാർ സ്ഥിരീകരണവുമായി 3 സമ്മാനങ്ങൾ നൽകാൻ വന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ എളിമപ്പെടുക, പിശാചിനെ ചെറുക്കുക. ഞങ്ങൾ സ്വതന്ത്രരാണ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ നന്ദി. ദൂതന്മാർ പാടുന്നു ദൈവത്തിൻ മഹത്വവും, ഭൂമിയിൽ സമാധാനവും. ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി, കിഴക്കുദിച്ച നക്ഷത്രം. രാജാക്കന്മാരെ